నమస్కారం అందరికీ జై శ్రీరామ్. సో ఇప్పుడు నేను చూడబోయేది వచ్చేసి వాజా 2 బయోపిక్ ఆఫ్ ఏ బిలియన్ బ్రోస్ అనమాట. ఇది వచ్చేసి పార్ట్ 3 అండ్ నేను పార్ట్ 1 పార్ట్ 2 ఆల్రెడీ రియాక్షన్ ఇచ్చాను. సో అది నేను మళ్ళీ మన డిస్క్రిప్షన్ బాక్స్లో లింక్ ఇస్తాను, ప్లీజ్ ఒకసారి చెక్ చేయండి. లేదు అంటే ఇఫ్ ఇన్ కేస్ ఈ వీడియోస్ నెక్స్ట్ వీడియోస్ కూడా ఈ వీడియోస్కి ఒక కింద అవే ఉంటాయి, చెక్ చేసుకోండి ఒకసారి. అండ్ మనం పాస్ట్ వచ్చేసి చూసింది చైల్డ్హుడ్ మెమరీస్ మొత్తం, అండ్ నెక్స్ట్ థియేటర్ సీన్ మొత్తం అక్కడ దాకా అయిపోయింది అనమాట. సో ద నెక్స్ట్ పార్ట్ కంటిన్యూషన్. సో റെസ്റ്റ് എടുക്കട്ടെ, അത് കഴിഞ്ഞ് വിട്ടാൽ മതി. നമ്മളറിയാത്ത എന്തോ ഒരു അസുഖങ്ങൾക്കുണ്ടല്ലേ. എന്ത്? എല്ലാ മാസവും ഇതേ സമയം അവൾ അമ്മ നമ്മളെ വിളിച്ചോണ്ട് പോകും. അതുകൊണ്ടായിരിക്കും അല്ലേ അവള് നിന്നെ ഇഷ്ടമാണെന്ന് പറയാത്ത? സത്യം. ഓ, ഇതുപോലൊരു നാളെ തൊട്ട് നേരത്തെ മര്യാദയ്ക്ക് വീട്ടിൽ കയറിയില്ലെങ്കിൽ നോക്കിക്കോ നീ. ഡാ, നിന്റെ മറ്റേ കൂട്ടുകാരനെ അവനെ കൂടെ നശിപ്പിക്കുന്നേ. എന്റെ കൂട്ടുകാരൻ? ആ, അതിപ്പോ ഇവന്റെ കൂട്ടുകാരനല്ലേ? പറയടാ അങ്ങോട്ട്. കാടാരടിച്ചൊടിച്ച് ഒന്ന് പോടാർക്കെ. നിനക്ക് എത്ര പ്രായമുണ്ടടാ മര്യാദയ്ക്ക് ഇരിക്കുന്ന ചെറുക്കന്റെ നെഞ്ചത്തോട്ട് കയറാനായിട്ട്? അവൻ ചീത്ത വിളിച്ചങ്ങൾ കേട്ടില്ലേ? നിന്നെ കണ്ടല്ലേ അവൻ പഠിക്കും. ഓ, ഞാൻ നന്നായിട്ട് എഴുതിയതായിരുന്നു. പിന്നെ ഇതിപ്പോ എന്തോ പറ്റിയെന്ന് അറിയാൻ വയ്യ.
ഇപ്പൊ ഇവന്മാരുടെ കൂടെ ആയില്ലേ, അടുത്ത പ്രാവശ്യം ഇവന്മാര് ജയിച്ചാ നീ ആരുടെ കൂടെ ഇരിക്കും മോനെ? ഇല്ല അച്ഛാ, അവനെ ഞങ്ങൾ ഒറ്റയ്ക്ക് ആകത്തില്ല. സത്യം. ആ അപ്പൊ നിങ്ങൾ നോക്കൂ. അയ്യോ അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ച് കഴിക്കും. പഠിച്ചാ നിങ്ങക്ക് കൊള്ളാം. ഇറങ്ങ. അച്ഛനല്ലേ മോനെ? ആ അച്ഛനുണ്ട്. അമ്മേ ദേ അച്ഛനെന്ന് വിളിച്ചേ. കൃഷ്ണപ്രിയയുടെ ഫാദർ. കൃഷ്ണപ്രിയയുടെ ഫാദർ വന്നേക്കുന്നു. വേണ്ട, മനുഷ്യന്മാരെ ചുറ്റിക്കുന്നതിനെ ഒരു പരിധിയുണ്ട്. എടോ, എന്നത് കടം വെച്ച കാശ് എനിക്ക് തിരിച്ചതാണോ? ഞാൻ കാശി വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ? അത് പറയാൻ തുടങ്ങിയൊരു കാലം കുറയല്ല. അങ്ങോട്ട് കാണ്ടായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എടോ, നാനുണ്ടെങ്കിൽ ഇനി ഒരു അവധി പറയാതെ നോക്ക്. എന്റെ വിനോഷേ, ഇത് കുറച്ച് ഫണ്ട് വരാണ്ട്, അത് കിട്ടിയോടെ നിന്റെ വീട്ടിലെത്തിച്ചിരിക്കും. ഒരു മര്യാദ വേണ്ടേ? ഒരു പരിചയമില്ലാത്ത സംസാരിക്കരുത്. തൻ്റെ ഉടായ്പ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. ഓരോ സ്ഥലക്കച്ചവടം നടക്കുമ്പോഴേ വീടിന് പെയിന്റ് അടിച്ച് ടിപ് ടോപ്പിൽ നടന്നിട്ട് കാര്യമില്ല. കടം വാങ്ങിച്ച് കാശ് തിരിച്ചു തരണം. പെങ്ങളെ, നിങ്ങളൊരു അവധി പറയണം. എന്റെ പിള്ളേര് തിന്നേണ്ട കാശാ, വെറുതെ കളയാൻ എനിക്ക് പറ്റില്ല. വരുന്ന ബുധനാഴ്ച എനിക്ക് ചിട്ടിയുടെ കുറച്ച് പൈസ കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ഞാൻ തന്നോളാം. ബുധനാഴ്ച ഞാൻ വരും. അന്ന് എനിക്ക് ആ കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ തനി കൊണം തന്നെ അറിയും. കേറുവോളാം. ബുധനാഴ്ച ഏത് കിട്ടി? വീട്ടിൽ ആളറിയണല്ലോ എന്താന്നുള്ളത്. ഏത് കിട്ടിയത്? ഇവന്റെ മാർക്ക് വെച്ച് അലോട്ട്മെന്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നല്ല. അങ്ങനെ പഠിക്കാൻ പറ്റാ പഠിക്കണോ? അതെ, നമുക്ക് പൈസ കൊടുത്ത് മാനേജ്മെന്റ് സീറ്റ് വല്ലതും കിട്ടുമോ നോക്കാം. എവിടെ നിന്ന് പൈസ ഒപ്പിക്കാനാ? ഇപ്പൊ തന്നെ ഇവന് വേണ്ടി എത്ര രൂപ ഞാൻ ചെലവാക്കി. ഇനി പഠിക്കണമെന്നുണ്ടെങ്കിലേ ഇവൻ സ്വന്തമായിട്ട് കാശ് കണ്ടെത്തണം. നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നേ? അവൻ +2 കഴിഞ്ഞല്ലേ ഉള്ളൂ. ഡിഗ്രി പോലും പാസ്സാവാതെ എന്തെടുക്കാനാ? ഞാൻ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചോളാം. അങ്ങനെ കാര്യം ചെയ്യും. നീ ദുബായിക്കോ അങ്കളുടെ കൂടെ ആകുമ്പോൾ ഡിസ്റ്റൻ്റായിട്ട് പഠിക്കുകയും ചെയ്യാം, ജോലിക്കും പോവാം. വെറും 10 മണിക്കൂർ പണിയെടുത്താൽ തന്നെ നല്ല കാശ് കിട്ടും. പിന്നെ കിടക്കുള്ള 14 മണിക്കൂർ പഠിക്കാം. അങ്ങനെ ജീവിക്കുന്ന എത്രയോ കുട്ടികൾ എനിക്കറിയാം. അതൊന്നും ശരിയാവില്ല. ഇവന്റെ പഠിപ്പ് കഴിയാണ്ട് ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. ഇവിടെ നിൽക്കുന്നതിലും ഭേദാതാ. ഓ, ഇനി അവിടെ പോയി കിടന്ന് മുന്തളിക്കാനായിരിക്കും. അജിനെ, ഒന്ന് പോയിക്കോ അവിടെ നിന്ന്. ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെയാ. അപ്പോൾ രക്ഷോട്ടെ. ഞാൻ ഒരുത്തൻ കഷ്ടപ്പെട്ടിട്ടാ ഈ കുടുംബം വഴിക്കാക്കുന്നേ. സജിനെ, പാസ്പോർട്ടാണ്, സൂക്ഷിച്ചു വെക്കണം. ബൈ ബൈ. അല്ല, ഞാൻ ആലോചിക്കുന്നത് നീ ഷൈനൊക്കെ ഇഷ്ടപ്പെടുന്ന തലയിലേക്ക് പോകും. ഈ പ്രായത്തിൽ ഈ കോളേജിൽ നിന്ന് മേടിച്ച് കുടിക്കല്ലേ, കരളൊക്കെ അടിച്ചു പോകും. അതൊക്കെ എന്റെ ഫ്രഷ് ജ്യൂസും വെജിറ്റബിൾസും അല്ലാതെ ഒന്നും. 5 ഷവർമ വാങ്ങിക്കൊണ്ട് പോണ ആളാണ് ഇതൊക്കെ. എന്നാലും സജിനേന്ദ്രൻ എന്റെ അടുത്ത് പറയാതെ ഗൾഫിൽ പോയത്. എന്ത് മനുഷ്യനാണ് അവൻ? നിനക്കിതല്ലാതെ ഒന്നും ഇല്ലേ പറയാൻ? അപ്പൊ ഇപ്പൊ അവിടെ പോയി കിടന്ന് കുന്തളിക്കായിരിക്കും. നീ അവനെ അങ്ങ് കെട്ട്. ഞാൻ ജ്യൂസ് ഇട്ടോണ്ടിരിക്കല്ലേ. ഇനി മേലിൽ നിന്റെ ഈ സാമാനത്തിന്റെ ഒച്ച വെളിയിൽ കേട്ടാ അവന്റെ ഒരു ബ്രഹന്തളിപ്പ്. ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് സമാധാനം, വീട്ടുകാർക്കും സമാധാനം. സമാധാനത്തിന് വേറെ സാധനങ്ങൾ ഇനിയുണ്ട്. അതെന്താണ്? അതൊക്കെ ഉണ്ട്. എന്നാ അതിങ്ങ് താ. എന്നാ അതിങ്ങട് തരാം, സമയമാവട്ടെ. ഡേയ്, നിനക്കൊക്കെ ഒരു കാര്യം അറിയോ? എന്ത്? നമ്മളൊക്കെ വലിയ പിള്ളേരായി. ഇത്രയേ ഉള്ളൂ. അലനങ്ങ് വലിയ പയ്യനായല്ലേ? ഓ, ഇപ്പൊ +2 എഴുതാൻ നിൽക്കുന്നു. പിന്നെന്തിനാ വെച്ച് താമസിപ്പിക്കണേ? അത് പെട്ടെന്നങ്ങ് നടത്തിക്കൂടെ? അത് അവൻ അറിഞ്ഞോണ്ട് ഒരു വിധത്തിൽ നടക്കും തോന്നില്ല. ആ കടങ്കുളും വീട്ടിലെ എൻ്റെ ഹജ്ജ് റാത്താവുള്ളൂ. നിങ്ങൾ സഹായിക്കണം. എങ്ങനെയല്ലോ ഒന്ന് നടത്തി കൊടുക്കുക ശാസേ. ഒസാന ഏത്താക്കിയതല്ലേ, ഹജ്ജിന് മുമ്പ് എല്ലാ പൊരുത്തവും വേണ്ടേ? നോക്കട്ടെ.
സാഹിബേ, മനസ്സിനെ കൂടുതൽ ചിന്തിച്ച് കുഴപ്പിക്കാണ്ട് മോന്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. തിരിഞ്ഞങ്ങൾക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതെ, നിങ്ങളെ വളച്ചൊടിക്കാതെ കാര്യം പറ. അത് പിന്നെ അലനെ 17 വയസ്സായി. ആയി. അത് വെച്ച് നോക്കുമ്പോ എന്റെ മകന് 18 വയസ്സായില്ലേ? അടുത്ത വർഷം അവന് പാസ്പോർട്ട് എടുക്കേണ്ടതാ. അതല്ല, അവന്റെ സുന്നത്ത് ഇതുവരെ ചെയ്തിട്ടില്ല. അതൊന്ന് ചെയ്യിക്കണം. ഈ പ്രായത്തിലാ? ചെയ്തേ പറ്റൂ. ഒസാന്റെ സമാധാനത്തിനെങ്കിലും വേണ്ടി. അപ്പൊ പിന്നെ അതങ്ങ് നടത്തിക്കൊടുക്ക്. പക്ഷെ എന്ത് ചെയ്താലും അവൻ സമ്മതിക്കൂല. വീട്ടിൽ നിന്ന് പിടിക്കാൻ നോക്കിയാ ഓടിക്കളയും. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അല്ല, അവന്മാര് ഇവിടെയാണല്ലോ സ്ഥിരമായിട്ട് കൂടാറുള്ളത്. ഇവിടെ വെച്ച് തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് പിടിച്ചാലോ? അല്ല, അതെങ്ങനെ? ഞാനൊരു കുഞ്ഞു സാധനം തരാം. അതിവിടെ വെച്ചിട്ട് ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിന്നാ മതി. അതെന്ത് സാധനം? അതൊക്കെ ഉണ്ട്. അതിൽ വീഴാത്ത ഒരു മലയാളി ചെക്കനും ഇന്നേ വരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അതെന്ത് പരിപാടി? പരിപാടി ഉണ്ട്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത്. ഇതെവിടുന്ന്? എന്റെ കൂട്ടുകാരന്റെ CD പ്ലെയറാ. 2 ദിവസം കൂടി ഇരിക്കട്ടെ. എടാ, നാളെ കല്യാണത്തിന് വരുന്നുണ്ടോടാ നീ? ഏയ്, എനിക്ക് കുറെ പഠിക്കാനുള്ളതാ. പരീക്ഷ ഇങ്ങ് എത്തി. ഇത് തീർത്തിട്ട് ഞാൻ പോവാ പഠിക്കാൻ. ഹലോ, അച്ഛൻ നാളെ വീട്ടിലില്ല. അവന്മാരോട് പറഞ്ഞേക്ക് സെറ്റ് ചെയ്യാൻ. ഓക്കെ. How can you calculate the total marks of a student and he... പോരെ, പുറത്തൊന്നും പോരുത്. ഇരുന്ന് പഠിച്ചോണം. അതത്രേ ഉള്ളൂ. സെന്റർ ടു ദ ബോട്ടം റൈറ്റ് കോർണർ സെൽഫ്. See that the mouse corner point of the main ingredient is... ഇന്നത്തെ പരിപാടി ഷിയാസ് ഭായ്, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ? പിന്നെ ഈ പ്രായത്തിലെ പിള്ളേരല്ലേ, വീട്ടിൽ ആളില്ലാണ്ട് ഒരു അവസരം കിട്ടിയാ അവന്മാര് വെറുതെ വിടുവോ? ഇപ്പൊ ഒരുത്തൻ CD ആയിട്ട് വരും, നോക്കി. വന്ന് കയ്യിലെന്താ പാമോയില? കണ്ട ബിയറല്ലേ പോണത്? അതാരാ? അത് ആറാംകുട്ടികളെ കള്ളുടിയും തുടങ്ങിയ. പണി ചെറുതായിട്ട് പാളിയോ എന്നൊരു സംശയം. ഇനി അവനായിരിക്കും CD ആയിട്ട് വരുന്നത്. ആര്? അലൻ. എന്റെ മോനല്ലേ, എനിക്കറിയാം. ഇത് CD അല്ലല്ലോ, ലേഡി അല്ലേ? ഷിയാസ് ഭായ്, പിള്ളേര് വല്ലാണ്ടങ്ങ് വളർന്നു. എല്ലാം നല്ലൊരു നടക്കണേ. സുന്നത്ത് നടത്താൻ പറ്റിയ സമയം. അയ്യോ, എന്ത് പറ്റി? വെള്ളം വേണം. ലക്ഷത്തിട്ട് മേലെ കിട്ടൂല, കൂട്ടങ്കിട്ടു ലക്ഷത്തിട്ട് മേലെ കിട്ടൂല, കൂട്ടങ്കിട്ടു ലക്ഷത്തിട്ട് മേലെ കിട്ടൂല, കൂട്ടങ്കിട്ടു ലക്ഷത്തിട്ട് മേലെ കിട്ടൂല, കിട്ടൂല മേലെ കിട്ടൂല, കൂട്ടങ്കിട്ടു കിട്ടൂല, മേലെ കിട്ടൂല, കൂട്ടങ്കിട്ടു കിട്ടൂല, മേലെ കിട്ടൂല. കട്ട്.
ചെയ്താലാ? കത്തി എവിടെ? കത്തി കട്ടി എന്താടാ? ഒരു മിനിറ്റ്, സമ്മതിക്കത്തില്ല. അങ്ങോട്ടൊന്ന് റെഡിയായി വരുമ്പോ എന്താടാ? അയ്യോ മോനെ അടങ്ങിക്കിടക്കണം. ഒരു ഉറുമ്പ് കടിക്കണ വേദന ഉള്ളൂ. വരവായേ ഭീകര രൂപം, ഇന്ന് വീഴ്ത്തിട്ട് മുന്നിലടയാളം, ഞാൻ പണ്ടേ കണ്ടത് സ്വപ്നം. വരവായേ ഭീകര രൂപം, ഇന്ന് വീഴ്ത്തിട്ട് മുന്നിലടയാളം, ഞാൻ പണ്ടേ കണ്ടത് സ്വപ്നം. ഇനിയോടാനില്ല വഴിയും പഴുതും ആകെ അടച്ച് കുരുക്കി ടൊസ്സ. വന്നുടനടി കൈകാലാകെ പിടിച്ച് വലിച്ച് തിരിച്ച് ഇല്ല. നടപടിയാവൂലനങ്ങാനും തിരിയാനും കഴിയൂല. ബലമെടുത്താലടി മുറിയും കത്രിക തട്ടിമുട്ടി വിട്ടുകെട്ട്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. മുത്തിന് കല്യാണോ പല്ലയടി പിടിയൊടുവില് സുന്നത്ത് നല്ല നെയ്ച്ചോറും പട്ടനുവാ. വീട്ടിലിതാഘോഷം സൽക്കാരത്തില് മൊത്തത്തി മാതാരം. അയ്യോ ഇതെന്ത് ഇങ്ങനെ? അതല്ലേ മുത്തിന് കല്യാണോ പല്ലയടി പിടിയൊടുവില് സുന്നത്ത് കല്യാണോ. വീട്ടിലിതാഘോഷം സൽക്കാരത്തില് മൊത്തത്തി മാതാരം. മുത്തിന് കല്യാണോ പല്ലയടി പിടിയൊടുവില് സുന്നത്ത് കല്യാണോ. വീട്ടിലിതാഘോഷം സൽക്കാരത്തില് മൊത്തത്തി മാതാരം. ഓ ചാച്ചി ചാച്ചി ഒരു എഡ്ജിന്, ഒരു ഷേപ്പിന്, ഒരു ഫിനിഷിങ് കിട്ടാൻ ഒരു കുഴപ്പമില്ല. ഓക്കെയാണ്. సో ఓవరాల్గా అయితే ఈ పార్ట్ చాలా రియలిస్టిక్గా అనిపించింది. ఎందుకంటే వాళ్ళ ఆ యాక్టింగ్ వల్ల చాలా రియలిస్టిక్గా అనిపించింది. సో ఎక్స్పెషల్లీ వాళ్ళ ఆ రిచువల్స్ అయితే, ఆ ముస్లిం వాళ్ళ రిచువల్స్ అయితే, ఆ సీన్స్ దగ్గర అయితే మూవీలో అయితే స్లోగా ఎమోషన్ అయితే బిల్ట్ అవుతుంది అనమాట. అండ్ ఆ క్యారెక్టర్స్ కానీ అందరికీ అండర్స్టాండింగ్ కానివ్వండి, వాళ్ళ ఫ్రెండ్స్ అవన్నీ కొంచెం స్లోగా. ఈ పార్ట్ 3 అయితే కొంచెం వైబ్ డిఫరెంట్గా ఉంది చాలా. అండ్ ఎలా ఉంది నా రియాక్షన్? సో మీకు ఎలా అనిపించింది ఆ రిచువల్స్ అదంతా? ప్లీజ్ కామెంట్ సెక్షన్లో చెప్పండి. అండ్ ఎలా అనిపించింది నా వీడియో రియాక్షన్? సో కమెంట్ ఇట్. సో సబ్స్క్రైబ్, లైక్, షేర్, సబ్స్క్రైబ్. బై బై.